ഒരു മിനിറ്റ് ഒഴിവില്ലായിരുന്നു വലിയേട്ടത്തി. രാത്രി വന്നാ പിന്നെ കാലത്ത് ബസ് എടുക്കാൻ വൈകും. ടയറ് പഞ്ചറായി. ഇവിടെ അടുത്ത് വെച്ചായതുകൊണ്ട് വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ട് പോകാൻ തോന്നി. കൂട്ടാനൊന്നും ഇല്ലല്ലോ മുരളി. കൂട്ടാനൊന്നും വേണ്ട, മോരും ചോറും ഉണ്ടല്ലോ. പെട്ടെന്ന് വേണം വലിയേട്ടത്തി. അയ്യോ, എന്താ കുട്ടി ഇത്? കുട്ടി കാല് തീരെ വയ്യാതെ ഇത്രയും ദൂരം വരണമായിരുന്നോ? അമ്പലക്കടവിൽ നിന്നാ പോരായിരുന്നോ? എത്ര നേരം നിന്നു? ബസ് കാണാതായപ്പോ ഞാനിങ്ങ് പുറപ്പെട്ടു. ഒരു കണക്കിന് വന്നത് ഏതായാലും നന്നായി. എന്തിനും ഏതിനും ഒരു അവസാനം വേണമല്ലോ. ഒരു അകത്തോട്ടിരിക്കാം. എനിക്ക് വേഗം പോണം. വരൂന്നേ, കേസ് ഞാൻ അവസാനിപ്പിച്ചു തരാം. ഇതങ്ങനെ വെച്ച് നീട്ടുന്നത് ശരിയല്ലല്ലോ. എന്ന് വെച്ചാല് തുണിക്കട, ബന്ധുവിന്റെ കല്യാണത്തിന് 2 പവൻ, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാ കുട്ടിക്ക്. വരൂ, അകത്തോട്ടിരിക്കാം. ഞാൻ പിടിക്കണോ? വേണ്ട വേണ്ട, ഞാൻ വന്നോളാം. തട്ടി വീഴല്ലേ. ഇരിക്കണം. ഇരിക്കൂ. എനിക്ക് വേഗം പോകേണ്ടത്. ആയിക്കോട്ടെ. ഈ ക്രച്ചസിന് എന്ത് ചെലവായി? എന്തേ? അല്ല, ഇതില്ലായിരുന്നെങ്കില് കുട്ടിയാകെ കഷ്ടപ്പെട്ടു പോയേനെ. നടക്കാൻ പറ്റാണ്ട്. അതുകൊണ്ട് ചോദിച്ചാ. നോക്കട്ടെ. നോക്കട്ടെ എന്ന്. ഓഹോ, ഇത് വെറും കമ്പാണല്ലേ. വലിയ ചെലവൊന്നും ആയിട്ടില്ല. നേര് പറഞ്ഞ കുട്ടിയുടെ കാര്യം ആലോചിച്ച് ഞാൻ വിഷമിക്കാത്ത ദിവസങ്ങളില്ല. ഞാൻ പല ഡോക്ടർമാരുമായിട്ട് ഇങ്ങനെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് പറയുന്നത് ഈ സ്ഥിതി ഇങ്ങനെ തുടർന്ന് പോവാണെങ്കിൽ കാല് പഴുത്ത് ആള് തന്നെ ക്ലോസ് ആയി പോകുമെന്നാണ്. അതുകൊണ്ട് സത്യത്തിന്റെ മുഖം വളരെ ക്രൂരമാണ് കുട്ടി. ഡോക്ടർമാർ ഒന്നടങ്കം പറയുന്നത് കുട്ടിയുടെ കാല് മുറിച്ചു കളയണമെന്നാണ്. എന്നിട്ടൊരു 1-ാം തരം രാജസ്ഥാൻ കാല് പിടിപ്പിക്കാമത്രേ. രാജസ്ഥാൻ കാലോ? അതെ, രാജസ്ഥാൻ കാല്. രാജസ്ഥാനിലെ ജയ്പൂർ കാല്. നല്ല ഒറിജിനൽ കാലാണെന്നേ തോന്നൂ. നടക്കാനാണെങ്കിൽ ഈ കാലിനെക്കാട്ടിലും നല്ല സുഖമാണ്. എത്ര ലക്ഷം രൂപ ചെലവായാലും വേണ്ടില്ല, ഈ കാല് മുറിച്ചു മാറ്റാൻ ഞാനൊരു ഡോക്ടറെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്റെ കാല് തൊടാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടിക്ക് കാല് ശരിയാവണ്ടേ? വേണ്ടെന്ന് ആര് പറഞ്ഞു? ഏതെങ്കിലും നാട്ടുവൈദ്യന്മാരെടുത്തുനിന്ന് കഷായം കുടിച്ചു നോക്കാം. നിങ്ങൾ രൂപ തന്നോണ്ടിരുന്നാ മതി. ഇനി അങ്ങനെ രൂപ തന്നോണ്ടിരിക്കാൻ പറ്റില്ല. കുട്ടിയുടെ ഈ കാല് കീറി മുറിച്ച് വെട്ടി മാറ്റി പറിച്ച് ദൂരെ കളഞ്ഞിട്ട് നല്ല മനോഹരമായ ഒരു രാജസ്ഥാൻ ജയ്പൂർ കാല് വെച്ച് നല്ല ജീവിതം ആരംഭിക്കാം. ഏതായാലും ഓട്ടോ ഉണ്ടല്ലോ, നമുക്ക് ഇപ്പൊ തന്നെ ഡോക്ടറെ അടുത്ത് പോവാം. വേണ്ട, ഇപ്പൊ വേണ്ട. അങ്ങനെ രോഗിയുടെ ഇഷ്ടം അനുസരിച്ചാണോ ഡോക്ടർ ചികിത്സിക്കുന്നത്? ഏതായാലും ഡോക്ടറെ അടുത്ത് പോലെ ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ടില്ല. അയ്യോ അയ്യോ, ഞാൻ ക്രച്ചസ്. ഇത് ഇതുവരെ ശരിയായില്ല എന്റെ ഹംസേ. സ്റ്റെപ്പിനി ലെയറിലായിരുന്നു. ഞാൻ ഫോട്ടോ എടുത്ത് പോയി കാറ്റടിപ്പിച്ചോണ്ടെന്നാ. നീ വന്നേ, നീ സൈക്കിൾ കൊണ്ട് കൊടുത്തേ. തേർഡ് ഗിയർ വല്ലാതെ സ്ലിപ്പാകുന്നുണ്ടല്ലോ മുതലാളി. ഷർട്ടിന്റെ ഗിയർ ചേഞ്ചിന്റെ ഒച്ച 1 കിലോമീറ്റർ ദൂരെ കേൾക്കും. ഹാൻഡ് ബ്രേക്ക് നോക്കി, ഇറിപ്പില്ല. ഇതൊക്കെ നോക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ബാക്കിലൊരു സീറ്റ് നാശകൂടാലി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റാൻ പോലെ. നമുക്കത് മാറ്റണ്ട. പുത്തൻ സീറ്റ് ഒരെണ്ണം എന്റെ കയ്യിലുണ്ട്. സെക്കൻഡ് ഹാൻഡിന്റെ വില തന്നാ മതി. രാത്രി അമ്പലക്കടവിലെത്തിക്കാം. പഠിക്കാരെയും കൊണ്ടുവരാം. ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. മതി. അപ്പൊ എന്റെ അഡ്രസ് തരട്ടെ? വേണ്ട, ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. അത് നമ്മൾ ഒഴിവാക്കാനുള്ള പരിപാടിയാണല്ലോ മുതലാളി. ഒരു സഹകരണം കാണിക്കും. ഇയാൾക്ക് വേറെ ഒരു ജോലിയില്ലേ? ഇവിടെ ട്രിപ്പ് തുടങ്ങി മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ഓരോ തമാശകള്. തമാശയല്ല, അപ്പൊ പണിയെടുപ്പിച്ചില്ലെങ്കിൽ ട്രിപ്പ് മാത്രമല്ല എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട. അതെ, പ്രഭാകരൻ സാർ വിളിക്കണു. ഏത് പ്രഭാകരൻ? ഏത് KBTU? പ്രഭാകരൻ സാറ്. അയാൾക്ക് എന്താ വേണം? എനിക്കൊന്നും അറിയില്ല. എവിടെയാണ്? ദേ നിക്കണു. എന്റെ ഹംസ ഒന്ന് എളുപ്പം തീർക്ക് ഹംസേ. എന്റെ ഹംസ ഒന്ന് വേറെ. ഹലോ ഒന്ന് മാറിയെന്നേ. അതിന്റെ മോളിൽ കയറി ഡാൻസ് കളിക്കണ്ട. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ. എന്താ താൻ അങ്ങ് വേഷം കിട്ടി അല്ലേ? ഇനിയിപ്പോ ഡ്രൈവറെയും ക്ലീനറേയും കൂടെ ഒഴിവാക്കിയിട്ട് ഒക്കെ വീട്ടുകാരെ കൊണ്ട് ജയിക്കാമെന്നായിരിക്കും. അതെ, എന്റെ ഇഷ്ടാ. അങ്ങനെ പാടില്ലാന്ന് ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞിട്ടൊന്നുമില്ല. എന്റെ ബസ്സിൽ ആര് പണിയെടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അത്തരം തീരുമാനങ്ങളാണ് കുഴപ്പം. പ്രത്യേകിച്ചും കംപ്ലൈന്റ് കിട്ടിയ സ്ഥിതിക്ക്. കംപ്ലൈന്റ്? അതെ, ആദ്യത്തെ ആളെ പിരിച്ചുവിട്ടല്ലേ നിങ്ങൾ കണ്ടക്ടറായത്? ആദ്യത്തെ ആള് എവിടെ? അവൻ എന്റെ കൈ കിട്ടിയുണ്ടല്ലോ. അയാളുടെ വീട്ടിൽ കയറി അയാളുടെ പ്രായമായ അച്ഛനെ അമ്മയും താൻ ചീത്ത പറഞ്ഞു. ചീത്ത പറഞ്ഞു. അതിനെന്താ പ്രശ്നം? ഒരു തവണ ഞാൻ താക്കി തന്നതാണ്.
വത്സനെ ഒഴിവാക്കാൻ വേണ്ടി താൻ മനഃപൂർവ്വം കള്ളക്കഥ പറഞ്ഞുണ്ടാക്കി. കള്ളക്കഥയൊന്നുമല്ല, അവൻ കാരണമാ ഞാൻ ഇന്ന് കടക്കാരനായത്, അറിയോ? ഒരു കാര്യം ഞാൻ പറയാം, ജോലിയിൽ നിന്ന് ഇറക്കി വിട്ടതിന് ജോലി ഇറക്കി വിട്ടതല്ല, അവൻ കട്ടോണ്ടിറങ്ങി പോയതാ. എന്റെ മുമ്പിൽ വന്ന് എന്റെ മുഖത്ത് നോക്കി പറയട്ടെ കട്ടിട്ടില്ലെന്ന്. ഇതുപോലെ പല മുതലാളിമാരുടെയും പല അഭിനയവും കണ്ടിട്ടുള്ളവനാ ഞാൻ. ശരി, ഇയാൾക്കിപ്പൊ എന്താ വേണം? പിരിച്ചുവിട്ട അന്ന് മുതലുള്ള ശമ്പളം തിരിച്ചെടുക്കുന്നില്ലെങ്കിൽ കോമ്പൻസേഷൻ. മണ്ണാൻ കട്ട ഞാൻ കൊടുക്കാം. അതിനു മുമ്പ് എനിക്ക് അവനെ ഒന്ന് കാണണം. ഒരു വക്കാലത്തുകാരൻ വന്നിരിക്കുന്നു. സാർ 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 അപ്പൊ സീറ്റിന്റെ കാര്യം? എന്റെ ആശാന ഇയാളൊന്ന് പോയേ. സീറ്റിന്റെ നാളെ കാലത്ത് വൈകരുത് കേട്ടോ. എന്താ ഞാൻ വന്നിട്ട് വേണോ തന്നെ കുളിപ്പിക്കാൻ? ഹംസേ, ആ അവന്റെ കർണക്കുറ്റി നോക്കി ഒരു ഒറ്റ പൊട്ടീര് കൊടുക്കാൻ തോന്നി എനിക്ക്. ആരെ? ആ നേതാവിന്റെ. അവൻ ആ കള്ളനെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. എന്റെ സമയം അല്പം മോശം, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എന്താപ്പ അത്? എന്താന്ന് അറിഞ്ഞില്ല, ഒന്ന് പോയി നോക്ക. അയ്യോ അച്ഛാ, വെള്ളം അടിച്ചോണ്ട് ആരെങ്കിലും കെട്ടിച്ചാടും? പിന്നെ വെള്ളം അടിച്ചോണ്ട് വെള്ളത്തിൽ ചാടാ, പിന്നെ എവിടെ ചാടാനാടൂ? അല്ല, നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് അങ്ങ് അകത്തോട്ട് എന്താ എന്താ? കുഴപ്പമൊന്നുമില്ല, ഇതിയാക്കടെ സ്ഥിരം പതിവാ. കുടിച്ചിലേക്ക് കേട്ട് വീട്ടിൽ വരിക, എന്നിട്ട് വഴക്കുണ്ടാക്കുക, പിന്നെ കിണറ്റിൽ ചാടുക. ഇത് ഇയാക്കടെ സ്ഥിരം തൊഴിലാ. സീരിയസ് ആണെങ്കിലേ നമുക്ക് ബസ് എടുക്കാം, ആശുപത്രി കൊണ്ടേ കൊണ്ടുപോകാം. പോടാ പട്ടി, ആരടാ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവാൻ? ചേട്ടാ ഇനി ചാടിയ ഞങ്ങൾ ആരും വരില്ല. നിന്നെ ഇവിടെ ആരും ക്ഷണിച്ചില്ലല്ലോ, ഒരു ഇടി വെച്ച് ഞാൻ. ഇടിക്കും. ഇന്ന് ആരും വന്നില്ലെങ്കിൽ കാണായിരുന്നു. എനിക്കും അയ്യ, അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. നിന്നെ കൊണ്ട് ഞാനും തോറ്റടി. ഈ നാട്ടില് ചാരായ ഷാപ്പ് തുറന്നു വെച്ചിരിക്കുന്ന ജനങ്ങൾക്ക് കുടിക്കാൻ. കുടിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ നീ ആരടി? ദാഹം തീർക്കാനായിരിക്കും ചേട്ടൻ കിണറ്റി ചാടിയത്. അതെ അതെ, ഷാപ്പിൽ തണ്ണേടി കിണറ്റി വെള്ളമടി. ഒച്ച വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. മോളെ, ഇയാളെ അകത്ത് കൊണ്ടുപോയിട്ട് വാഴ നടക്കേ. മനുഷ്യർക്ക് ഇവിടെ സ്വയമായിട്ട് ജീവിക്കണം. അതെ ചേട്ടാ, എണീറ്റാട്ടാ. നാടകം കണ്ടു കഴിഞ്ഞില്ലേ, ഇനി പൊയ്ക്കൂടെ? മുരളി നമുക്ക് പോവാം. വരൂ അച്ഛാ, എനിക്ക് അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? കഴിഞ്ഞതൊക്കെ ഞാനൊരു തമാശയായിട്ടേ കരുതിയിട്ടുള്ളൂ കേട്ടോ. അച്ഛന് മരുന്നോ മറ്റോ വേണമെങ്കിൽ കുട്ടിക്ക് ഞാനൊരു പാസ് ഒപ്പിട്ട് തരട്ടെ? എനിക്കൊന്നും വേണ്ട. എന്താ? നേര് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ഏയ് അതൊന്നും സാരമില്ല. കേസിന് പോയാൽ ആളുകൾ പറഞ്ഞു കുറെ രൂപ കിട്ടുമെന്ന്. എത്ര രൂപ വേണേലും തരാമെന്ന് നിങ്ങളും പറഞ്ഞു. നിങ്ങൾ വാക്ക് പാലിക്കാതിരുന്നപ്പോ എനിക്ക് നിങ്ങളെ ഒന്ന് പറ്റിക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അയ്യോ കുട്ടി, ഞാനത് മനഃപൂർവ്വമായിരുന്നില്ല. എന്റെ അവസ്ഥ ദിവസവും ദിവസവും മോശമായി വരികയാണ്. ഈ വണ്ടിക്ക് വേണ്ടി ഞാൻ എത്ര രൂപ ചെലവാക്കിയെന്നറിയാം. അതൊക്കെ പോട്ടെ, കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എന്നോട് ചോദിക്കണ്ട, ഞാൻ തന്നോളാം. വേണ്ട, എനിക്കൊന്നും വേണ്ട. അല്ല, ഞാൻ തരും.